റിസൾട്ട് കിട്ടാനായിട്ട് നഴ്സറിക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രഹസ്യ വളങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അത് റബ്ബർ പ്ലസ് എന്ന് പറയും. റബ്ബറിന് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു വളമാണ് ഈ റബ്ബർ പ്ലസ്. കഴിഞ്ഞ സുരഭിയുടെ ഓർഗനാൽ മീൽ ഒരു 1.5 കിലോ തോതിൽ ചെയ്തു. അതിനുശേഷം നല്ലോണം പൂക്കും ചെയ്യും, നല്ലോണം മാങ്ങുണ്ടായിരുന്നു. ചക്ക ഫുള്ള് ചക്ക, ഇതൊക്കെ പിടിക്കുന്ന ചക്കയാണ്. ഓക്കെ, കേട്ടോ, ഇതൊക്കെ സുരഭിൻ്റെ ഓർഗനാൽ മീൽ എന്ന് പറഞ്ഞാൽ വളം ചെയ്ത് കൊടുക്കണം. ഇതുവരെയും അങ്ങനെ ആർക്കും ഒരു മുഖം ചുളിച്ചിട്ടുള്ള ഒരു വർത്തമാനം പറയേണ്ട ആവശ്യം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഓർഗാനിക് മാനുവൽ. ഇത് കാര്യമായി പ്രധാനമായിട്ട് ഇത് പോകുന്നത് തെങ്ങിനാണ്. ചോദിച്ച് വീണ്ടും വീണ്ടും വരുന്നൊരു പ്രൊഡക്റ്റാണ് ഈ സാധനം. റിസൾട്ട് ഉണ്ടാവും 100%. റിസൾട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ പൈസ അയച്ചു തരാം. റിസൾട്ട് കിട്ടാനായിട്ട് നഴ്സറിക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രഹസ്യ വളങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഈ ഒരു ഫാക്ടറിയുടെ ടാഗ്ലൈൻ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പണം തിരികെ എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നഴ്സറിക്കാരായാലും കർഷകരായാലും ഏറ്റവും കൂടുതൽ ഈ ഒരു വളങ്ങൾ വാങ്ങുന്നത്. സാർ, എന്താണ് ഇത്ര കോൺഫിഡൻസ്? പണം തിരികെയൊക്കെ കൊടുക്കാം എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമല്ലോ. അതെൻ്റെ അത്രയും അതായിട്ടുള്ള അതിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള കോൺഫിഡൻസ് തന്നെയാണത്. ഓക്കെ, എനിക്കെന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഇവിടെ വരുന്ന കർഷകർ ഇതൊക്കെ ഞങ്ങളുടെ വളങ്ങളാണ്. ഈ വളങ്ങളൊക്കെ തന്നെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർഷകരാണ് റിപ്പീറ്റഡായിട്ട് നമ്മൾ പല തവണ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 10-32 വർഷമായാലും നമ്മൾ ഇത് സ്വന്തം കമ്പനി തുടങ്ങി ആ ഈ ഫീൽഡിൽ വന്നിട്ട് ആ കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ചു കൊള്ളുന്ന ഞങ്ങളുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള വളങ്ങളാണിത്. ഈ വളങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ട് കർഷകർ റെഗുലറായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അവിടെ റിപ്പീറ്റഡായിട്ട് വീണ്ടും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് സാധനം ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട്. അതിനാണ് എൻ്റെ കോൺഫിഡൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാം റിസൾട്ട് ഉണ്ടാവും 100%. റിസൾട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ പൈസ അയച്ചു തരാം. ഓക്കെ, അതാണ് നമ്മൾ ടാഗ്ലൈൻ. അപ്പോൾ സാർ, നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പറഞ്ഞാൽ കോമൺ ആയിട്ട് പോകുന്ന ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഇവിടുത്തെ 3 പ്രോഡക്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്, അല്ലേ സാർ? ഇതിൽ ആദ്യം വരുന്നതാണ് ഈ ഓർഗാനിക്. ഇത് ഓർഗാനിക് മീൽ, ഹൈടെക് ഓർഗാനിക് മീലാണ് ഈ കളറുള്ളത്. ഓക്കെ, ഇത് എനിക്ക് ഏതൊക്കെ പ്ലാനിന് കൊടുക്കാൻ പറ്റും? ഇത് ഞങ്ങൾ ജനറലി എല്ലാ പ്ലാന്റ്സിനും ഉപയോഗിക്കാം. ഓക്കെ, എല്ലാ പ്ലാന്റ്സും ഉപയോഗിക്കാം. മീൽ ചില ആളുകളുണ്ടല്ലോ പണ്ട് കാലത്തുള്ള സ്ട്രാ മീലൊക്കെ മറ്റു കമ്പനികളൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നല്ലോ. അത് പറഞ്ഞാൽ ഈ മീല് ഇത് ജനറലായിട്ട് ഉപയോഗിക്കാനാണ്. എന്തൊക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ളത്? ഇതിനകത്ത് പ്രധാന മൂലകങ്ങളായിട്ടുള്ള NPK കണ്ടന്റ്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അത് കൂടാതെ സൂക്ഷ്മ മൂലകങ്ങൾ, അതായത് സിങ്ക്, കോപ്പർ, മൊളിബ്ഡനം അങ്ങനെയുള്ള നല്ല സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത് കൂടാതെ ഇതിനകത്ത് സോയിലിൻ്റെ pH കറക്റ്റ് ചെയ്യുന്നുള്ള ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് ബാക്ടീരിയകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നൈട്രജൻ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, അസോസ്പെർലം യൂസ് ചെയ്യുന്നുണ്ട്. ഫോസ്ഫറസ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ഫോസ്ഫറസ് സോൾബൈസിംഗ് ബാക്ടീരിയ, ഫോസ്ഫോ ബാക്ടീരിയ. പൊട്ടാഷ് കൂടുതൽ കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ബയോ പൊട്ടാഷ് ഞങ്ങൾ ഇതിനകത്ത് വരുന്നത്. ഞങ്ങളുടെ ഇവിടെ അഗ്രികൾച്ചർ മൈക്രോബയോളജി ലാബ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നു. നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഫാക്ടറിയും കാര്യങ്ങളും ലാബും എല്ലാ കാര്യങ്ങളും കാണിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിട്ടുള്ള സാർ നിസ്സാരക്കാരനല്ല, ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിട്ടുള്ള, അതിപ്പം കേന്ദ്രമായാലും അല്ലേ സംസ്ഥാനമായാലും ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു ഫാക്ടറിയാണ് നമ്മുടെ. അതെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടു കൂടി കഴിഞ്ഞ ഏതാണ്ട് 10-30 കൊല്ലം മുമ്പ് ഞങ്ങൾ തുടങ്ങിയതാണ്. ഈ 30 കൊല്ലം തുടങ്ങി കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഈ അംഗീകാരങ്ങൾ കിട്ടിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെൻറ് ഈ പല ആളുകളും പല സയൻറ്റിസ്റ്റുകളും ഈ ഫാക്ടറി വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവർ നേരിട്ട് വന്ന് അവരുടെ ഫീഡ്ബാക്ക് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. ഒന്നും വെറുതെ പറയുന്നതായിട്ട് കണക്കാക്കേണ്ട. അതുകൊണ്ട് പൂർണ്ണമായിട്ടും പറയാണ്, ഇത് ഒരുപാട് കർഷകരായാലും നഴ്സറിക്കാരായാലും ഒരുപാട് പേരെടുത്ത് ചെയ്യുന്നുണ്ട്. ഇത് അധികം മാർക്കറ്റിംഗിലേക്ക് ഇവർ ഇറങ്ങിയിട്ടില്ല. മൗത്താണ് പൊക്കോണ്ടിരിക്കുന്നത്. മൗത്തായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മാത്രമേ ഉണ്ടായതുള്ളൂ. ഇതുവരെ ഞങ്ങൾ അങ്ങനെ വേറൊരു മീഡിയയിലൂടെ ഒന്നും ആയിട്ടില്ല. എന്നെ ഇന്റർവ്യൂ ഒക്കെ പല ആളുകളും എടുത്തിട്ടുണ്ട്. മാർക്കറ്റിംഗിലേക്ക് വന്നിട്ടില്ല. പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് വന്നിട്ടില്ല. ഓക്കെ, ഞങ്ങളാണ് ആദ്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവിടെ എത്തി ഒരു വീഡിയോ ഫസ്റ്റ് ചെയ്തത്. അതിൽ ഞങ്ങൾ അധികം ഫാക്ടറിയാണ് ഫോക്കസ് ചെയ്തത്. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാ പ്രോഡക്റ്റുകളാണ് പരിചയപ്പെടുന്നത്. ഇതിൽ എല്ലാം സാർ ഇതിൻ്റെയൊക്കെ ചെറിയ പാക്കറ്റുകൾ ഉണ്ടല്ലോ, 2 കിലോ പാക്കറ്റ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന റിസൾട്ട് കിട്ടില്ല എന്ന് ആർക്കെങ്കിലും സംശയം കൊണ്ട് നിങ്ങൾ അധികം കാശൊന്നും മുടക്കേണ്ട കാര്യമില്ല. 2 കിലോയുടെ പാക്കറ്റ് വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ പിന്നെ ഇവിടെ വിളിക്കുമ്പോഴേക്കും നിങ്ങൾ ചെയ്യുന്ന വിള ഏതാണെന്ന് പറഞ്ഞാൽ അതിന് എത്ര ക്വാണ്ടിറ്റി കൊടുക്കണം, ഏത് കൊടുത്താലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട്, ഇതൊക്കെ ഓരോന്നിനും ഓരോ അല്ലേ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഏത് പ്രോഡക്റ്റ് കൊടുത്താലാണ് അതിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക എന്നല്ല ഇവിടുത്തെ എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ആ രീതിയിൽ കൊടുത്തതിന് ശേഷം റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ് തിരികെ അല്ലേ സാർ? അപ്പോൾ ഇതിന്റെ മീലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? ഇതിപ്പോ എല്ലാത്തിനും കോമൺ ആയിട്ട് കൊടുക്കാം അല്ലേ? ഇത് വരുന്ന പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 2 കിലോ 5 കിലോ പാക്കറ്റ്. ഈ വീട്ടിലേക്ക് കൃഷി ചെയ്യുന്നവർക്ക് 2 കിലോ പാക്കറ്റ് അല്ലേ, അതെടുക്കാം. ഏറ്റവും കൂടുതൽ കർഷകർ ബൾക്ക് പർച്ചേസ് ആണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പോകുന്നത് അല്ലേ സാർ? നഴ്സറി ആയാലും പിന്നെ ഷോപ്പുകളിലേക്കായാലും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റോട് കൂടി ഇതെടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? ഷോപ്പിലൊക്കെ ആണെങ്കിലും ബിസിനസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും
നിങ്ങൾ കൊടുക്കുന്ന കസ്റ്റമർ റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കും. 100% വന്നിരിക്കും സാർ. അപ്പോൾ രണ്ടാമത് നോക്കേണ്ട ഇതാണ്. രണ്ടാമത് നമ്മൾ ഹൈടെക് ഓർഗാനിക് മാനർ. ഇത് കാര്യമായി പ്രധാനമായിട്ട് ഇത് പോകുന്നത് തെങ്ങിനാണ്. തെങ്ങ് കർഷകർ ചോദിച്ചു വീണ്ടും വീണ്ടും വരുന്നൊരു പ്രൊഡക്റ്റാണ് ഈ സാധനം. അപ്പോൾ തെങ്ങിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഉണ്ട്. അതുകൂടാതെ മറ്റ് സൂക്ഷ്മമൂലങ്ങളുണ്ട്. അതല്ലാതെ തെങ്ങിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഒന്ന് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി. ഇപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വരൾച്ച ബാധിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ഹ്യൂമിക്, ഫുൾവിക്, അമിനോ, പൊട്ടാസ്യം, ഹ്യൂമിരാമായിട്ടുള്ള പ്രൊഡക്ട്സ് ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് തെങ്ങിന് വേണ്ടി. പിന്നെ മാത്രമല്ല സോയിലിൻ്റെ pH കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതൊരു ഒരു നല്ലൊരു ബെസ്റ്റാണ്. pH, CN റേഷ്യോ, കാർബൺ നൈട്രജൻ റേഷ്യോ, സോയിൽ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെങ്ങിന് വാഴയ്ക്കൊക്കെ പറ്റും. എല്ലാ വളങ്ങളും എല്ലാ അലിക്കും പറ്റും. മറ്റു ഓരോ റേഞ്ചുകൾ പറയാൻ കാരണം ചില ആളുകൾ ഏറ്റവും ടോപ്പ് ആയിരിക്കും. ഇനി ഇതിലേക്ക് വരുമ്പോൾ അത് റബ്ബർ പ്ലസ് എന്ന് പറയും. റബ്ബർ പ്ലസ് എന്ന് പറഞ്ഞാൽ റബ്ബറിന് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു വളമാണ് ഈ റബ്ബർ പ്ലസ്. അതെന്താ വെച്ചാൽ റബ്ബറിന് ഇപ്പം പല ഭാഗത്ത് ഉണ്ട് ചീക്ക്, പിന്നെ അതേപോലെ അസുഖങ്ങളാണ്. ഈ തടി പൊട്ടിയിട്ട് ഇങ്ങനെ ഒലിക്കുക, പിന്നെ അതിൻ്റെ വേര് പൊട്ടി ഒലിക്കുക, പിന്നെ റബ്ബറിൻ്റെ ഇല കഴിയുക. അതെന്താ ഓരോ ഫംഗൽ ഡിസീസ് ഉണ്ട്. ഈ ഫംഗൽ ഡിസീസും ബാക്ടീരിയൽ ഡിസീസും വരും ഇതിന് റബ്ബറിന്. അപ്പോൾ ആ റബ്ബറിന് ആ ഫംഗൽ ചീക്ക്, അതേപോലുള്ള പിന്നെ മറ്റേ പട്ടമരപ്പ് അസുഖം, ഇല ഇങ്ങനെ പഴുത്തിട്ട് കൊഴിയുന്ന അസുഖം, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകൾ ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വളം കൊടുത്താൽ മതി, ഒരു അതിശയിപ്പിക്കുന്ന റിസൾട്ട് ആയിരിക്കും. അത് മാത്രമല്ല റബ്ബർ പാല് ഏറ്റവും നല്ല ഷീറ്റ് റബ്ബർ കിട്ടും. നല്ല പാൽ ഉൽപ്പാദനം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അത് കർഷകരന്നെ നമ്മളെ കയ്യിൽ നിന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശേഷം ഞങ്ങൾക്ക് എന്താ ഇതിനകത്തുള്ള ഉണക്ക് മരം ഉണങ്ങി പോവുക, അല്ലെങ്കിൽ ചെന്നീരൊഴിക്കുക, പൊട്ടിയൊലിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ പട്ടമരപ്പ് അസുഖങ്ങളൊക്കെ ഞങ്ങൾക്ക് മാറി. പിന്നെ സോയിൽ ബോൺ പാത്തോജൻസിനെ കംപ്ലീറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനം, ഒരു സാധനമാണ് ഇത്, ഈ റബ്ബർ പ്ലസ് എന്ന് പറയുന്ന സാധനം. മനസ്സിലായി? ഇതിലെല്ലാവിധ ബാക്ടീരിയകളും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് 50 കിലോ പാക്കറ്റ് അല്ലേ? അതെ. സർ, ഡെലിവറി സൗകര്യം ഉണ്ടോ? ഡെലിവറി നമുക്ക് നമ്മുടെ ഓൺ വണ്ടി ഉണ്ട്, വെഹിക്കിൾ ഉണ്ട്. ഇനി അങ്ങനെ സൈറ്റിൽ അങ്ങനെ എടുക്കുകയാണെങ്കിൽ, അങ്ങനെ കർഷകർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ക്വാണ്ടിറ്റി വരികയാണെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇനി നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് സാർ, നമ്മുടെ കമ്പനിയുടെ പേരും ലൊക്കേഷനും കറക്റ്റായിട്ട്. കമ്പനി ഞങ്ങളുടെ ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യ എന്ന് പറയും. അത് വള്ളിക്കുന്ന് പഞ്ചായത്തിൽ അരിയല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കമ്പനി. അത് കഴിഞ്ഞ് 32 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. ഈ ഫീൽഡിലേക്ക് വന്നിട്ട് 32 വർഷമായിട്ട് ഞങ്ങളുടെ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് കർഷകർ ചോദിച്ചു വരികയാണ് പിന്നെ വീണ്ടും. അല്ല, ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഫസ്റ്റ് വീഡിയോ ചെയ്ത് നമ്മുടെ കൃഷിമിത്ര ചാനലാണ് സാർ ഫസ്റ്റ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഈ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ എന്തായാലും കസ്റ്റമേഴ്സ് ഉണ്ടാവണം അല്ലേ? അതുകൊണ്ടാണ് ആ സാറിന് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാനിവിടെ വന്നപ്പോഴേക്കും പരസ്യങ്ങൾ ഇല്ലെങ്കിൽ പോലും സാർ ഇനിയും മുന്നോട്ട് പോകും. പക്ഷേ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉപയോഗിച്ചോ. കാരണം ഒരുപാട് നഴ്സറി ആയാലും നമ്മളിപ്പം നഴ്സറിയിലൊക്കെ പോകുമ്പോഴേക്കും അവിടുത്തെ പ്ലാന്റ് ക്വാളിറ്റി എല്ലാവരും കണ്ടിട്ടുണ്ടോ, അതിൻ്റെ വളർച്ചയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഡ്രമ്മിലായാലും ഇതിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ വേണ്ടി തോന്നും. അതുപോലെ ഒരുപാട് പേര് ഇവരുടെ ഈ വളം ഉപയോഗിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി അല്ലേ സാർ? പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർഷകരും അത് നമ്മളെ വളം വാങ്ങിയിട്ട് ഇപ്പോൾ ജീവിക്കുന്ന പല ആളുകളുണ്ട്. അപ്പോൾ അവരെ ഭാഗത്തുനിന്ന് പറഞ്ഞു, നിങ്ങളിത് ഒരു വീഡിയോ ഒന്നും ഇതുവരെ കൊടുത്തില്ലല്ലോ, എന്തുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഞങ്ങളൊക്കെ ഇവിടെ യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കിട്ടി, ഞങ്ങൾ ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സാറിൻ്റെ ഇതൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൂടെ എന്ന് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട പല ആളുകളും ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ പരസ്യം കൊടുക്കാൻ എന്നുള്ള രൂപത്തിൽ ആലോചിക്കുന്നത് അല്ലേ? ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് പേര് നമ്മുടെ ചാനലിൻ്റെ ഓഫീസിൽ തന്നെ വിളിച്ചിട്ട് പോസിറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞു. പിന്നെ ആ വീഡിയോ താഴെ ഇവരുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് വന്നിട്ട് അവരുടെ അനുഭവം പറഞ്ഞു. ഈ വീഡിയോയിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ ഫീഡ്ബാക്ക്, ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഉപയോഗിച്ച കർഷകർ എന്താ പറയാനുള്ളത്, പിന്നെ കൂടാതെ ഒരു നേഴ്സറിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ പ്ലാൻ ചെയ്ത് ഉപയോഗിച്ചിട്ട് എങ്ങനെ അതിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ ഫീഡ്ബാക്കും കൂടെ വരുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പറയുന്നേക്കാളും കൂടുതൽ ഉപയോഗിച്ചാൽ അല്ല, കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ തന്നെ വളരെ ഇതായിട്ടുള്ള സയന്റിസ്റ്റുകൾ വരെ എന്നെ ഒത്തിരി പേര് എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. സാർ കുറേ കൂടെ ടെക്നിക്കൽ സൈഡിലൂടെ പറഞ്ഞവർ വളരെയധികം താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പല ആളുകളും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പല ആളുകൾക്കും എന്താണ് CN റേഷ്യോ, അത് എങ്ങനെയാണ് ഇപ്പോൾ സോയിലിൽ അതിൻ്റെ എഫക്റ്റ് എന്താണ്, അതേപോലെ പിന്നെ pH എന്താണ്, pH ആസിഡിക് ആയാൽ എന്താ പ്രശ്നം, ആൽക്കലിൻ ആയാൽ എന്താ അതിൻ്റെ ദോഷം, അങ്ങനെയുള്ള എന്താ അതിൻ്റെ ഗുണങ്ങൾ, മറ്റെല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഒരു ആൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്നുള്ള ആ ഒരു സിസ്റ്റം
ഓക്കെ അത് ഞാൻ ആ നിലയ്ക്കാണ് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, ഏറ്റവും കൂടുതൽ എവിടെ പോയാലും ആൾക്കാർ പറയുന്നത് ഇവരുടെ മീലിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നത് ഈ മീല് ഒരു രക്ഷ നല്ല മീൽ സാർ. അപ്പോൾ ഒരുപാട് പേരും ഇതുപോലെ അവരുടെയൊക്കെ മീൽ ഇറക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇതിന് എങ്ങനെ ഇത്രയും നമ്മുടെ മീൽ നോക്കൂ, ഞാൻ പറയാം, പിന്നെ ആത്മാഭിമാനത്തോടെ തന്നെ നിങ്ങളിത് പറയാം. എന്താ സംഭവിച്ചത്, ഞങ്ങളുടെ മീൽ പല സൊസൈറ്റികൾ ഇപ്പം ജനകീയ ആസൂത്രണ പദ്ധതിയിലൊക്കെ പെടുത്തിയിട്ട് പല ആളുകൾ ആ സ്കീമിൽ കൊടുക്കുന്നുണ്ട്. മനസ്സിലായി, അത് കർഷകർ വീണ്ടും വീണ്ടും ചോദിച്ച് വരുന്നുണ്ടെന്ന് പറയുന്നത്. മറ്റേ പല ഡിസ്ട്രിക്റ്റുകളും അതിനെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ സാർ, ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഭാവിയിലെ വീഡിയോകളിൽ അപ്ഡേഷനായിട്ട് കൊണ്ടുവരും അല്ലേ? ഒന്നും ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് ഉൾപ്പെടുത്തി നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും അല്ലേ സാർ? ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്ന പറഞ്ഞാൽ ഇത്രയും റിസൾട്ട് ഉണ്ട് അല്ലേ? നേരിട്ട് കർഷകർ മുഖത്തുനിന്ന് കേൾക്കുമ്പോഴേക്കും അല്ലേ കർഷകർക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് കർഷകർക്ക് നമ്മൾ അത്രയും ഉറപ്പ് കൊടുക്കുകയാണ്. കർഷകർ എന്ന് പറഞ്ഞാൽ അവർ അറിവുള്ള ആളുകളാണ്. അവർ അങ്ങനെ ഒരു അറിവില്ലാത്ത ആൾക്കാരൊന്നുമല്ല. ആ കർഷകർ എന്ന് പറഞ്ഞാൽ വളരെ ബോധവാന്മാരാണ്. പിന്നെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം അവർ ബോധവാന്മാരാണ്, അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ അവർക്ക് ഇത് പിന്നെ നന്നല്ലെങ്കിൽ അവർ വീണ്ടും 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 ഞങ്ങളെത്തി ബാധി വരില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെത്തി ഇത്രയും കാലം വലിയൊരു പരസ്യമില്ലാണ്ട് ഞങ്ങൾ പിടിച്ചതല്ലേ. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ആദ്യമായിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ വന്നത്. അതെ, അതാണ് ഇത്രയും നാൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും കസ്റ്റമേഴ്സ് ഇല്ലാതെ പറ്റില്ല അല്ലേ സാർ? ഓക്കെ, ഇപ്പൊ നമ്മള് ലോഡ് പോയിക്കൊണ്ടേ ഇരിക്കും, വണ്ടി വരുന്നത് ലോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ ചെറിയൊരു പാക്കറ്റെങ്കിലും വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഇല്ലെങ്കിൽ പണം തിരിക്കും. ഇത് കണ്ടോ, ഇത് നാംഡോക്കുമായുടെ ഗോൾഡൻ ആണല്ലേ? ഗോൾഡൻ വെറൈറ്റി ആണ്. ഇത് ഡ്രമ്മിൽ പൂത്ത് കാഴ്ച കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് നോക്കി കണ്ടോ, നിറയെ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രമ്മിൽ എനിക്ക് ഇതുപോലെ കായ്പിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളിത് ചാണപ്പൊടിക്കിട്ട് ആദ്യം മിക്സ് ചെയ്ത് മണ്ണും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് സുരഭിയുടെ ഓർഗാനിക് മീൽ ഒരു 1.5 കിലോ തോതിൽ ചെയ്ത് അതിനുശേഷം നല്ലോണം പൂക്കും ചെയ്യും, നല്ലോണം മാങ്ങ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതേമാതിരി ഉണ്ടായത് 10-20 മാങ്ങ ഉണ്ടായി. ഇപ്രാവശ്യം ഇതാ ഫുള്ള് പൂത്ത് നല്ല രീതിയിൽ ഇപ്രാവശ്യം അതേമാതിരി ചെയ്ത് 2 മാസം ചെയ്യുമ്പോൾ ചെയ്യണം നമ്മൾ വളം. മാവിനൊക്കെ 2 മാസം കൂടുമ്പോൾ ചെയ്യണം. മാവിന് അത് കുറച്ച് ചെയ്താൽ മതി. ഒരു 1.5 കിലോ ഒക്കെ ചെയ്ത് തെങ്ങിന് നല്ല കടവണ്ണുണ്ടല്ലേ? നല്ല കടവണ്ണുണ്ട്. മാവിനെ പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ ആര് വാങ്ങി പോകും. ഇനി ഈ പ്ലാന്റ് കണ്ടിട്ട് ഇത് നോക്കി, ഇത് കടവണ്ണം കണ്ടോ? കടവണ്ണം പ്ലാവിന്റെ ഇത് നോക്കി, ഇത്രയും കടവണ്ണമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ് വളരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കും വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് മാത്രമല്ല, ഇവിടുത്തെ നേഴ്സറി പ്ലാന്റിന് എല്ലാ പ്ലാന്റിനും സുരഭിന്റെ വളം ഉപയോഗിക്കുന്നുണ്ട്. വലുപ്പത്തിനനുസരിച്ചിട്ടാണ്. ഇതേമാരത്തെ ഒരു മാവിന് ഒരു 1.5 കിലോ ചെയ്യും, ഒരു തെങ്ങിന് 1 കിലോ, തെങ്ങിൻ തൈക്ക് 1 കിലോ ചെയ്യും. അത് വലിയൊരു തെങ്ങിന് തടം തുറന്നിട്ട് 5 കിലോ ചെയ്യും. ഇതൊക്കെ ഈ അളവ് എങ്ങനെ മനസ്സിലാക്കിയെടുത്തേ? അതൊക്കെ സുരഭിന്റെ പേരോട് ചോദിച്ചിട്ട് പറഞ്ഞു തന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ട് എല്ലാ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് എങ്ങനെ വളം ചെയ്യണം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അതിനും അവർക്ക് അതിനുള്ള ആൾക്കാർ അല്ലേ, എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കൃഷി ആയാലും അവിടെ നിന്ന് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്. നേഴ്സറിയുള്ള പ്ലാന്റ്സിന് ഒരുപാട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കണ്ടു. പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോഴേക്കും അല്ലേ ചെടിക്ക് ജീവനില്ലാത്ത പോലെ ആയി പോകുന്നു. അതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വളപ്രയോഗം. അതെ, വളപ്രയോഗം. പിന്നെ കൂടാതെ സൂര്യൻ സണ്ണ് അല്ലേ, സൂര്യപ്രകാശ ചെടികൾ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ വളം. അതും വളം എന്ന് പറഞ്ഞാൽ വിലക്കുറവ് നോക്കി പോകരുത് അല്ലേ? വളത്തിന് ഗുണം വാങ്ങുന്ന വളത്തിന് ഗുണം ഉണ്ടാവണം. എന്നാലാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ കായ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സുരഭി ബ്രാൻഡിന്റെ ടാഗ്ലൈൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ റിസൾട്ട് ഇല്ലെങ്കിൽ പണം തിരികെ എന്ന് അവർ പറയുന്നത്. അപ്പോൾ അത് ശരിക്കും അവർക്ക് അവരുടെ പ്രോഡക്റ്റിലുള്ള ഉറപ്പ് കൊണ്ടാണ് അവർ അത്രയും ഉറച്ചു പറയുന്നത്. ഇവിടെ ഇപ്പോൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാതെ ഏതെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇല്ല, എല്ലാ പ്ലാന്റും റിസൾട്ട് കിട്ടും. അടുത്ത പ്ലാന്റ് ഇതാ. ഓക്കെ, നല്ല ഒരു പ്ലാന്റ് ഒപ്പം ചെയ്തിട്ടുള്ളൂ, കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇത് ചെയ്തിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്ലാന്റ് ഇതൊക്കെ ഇപ്പം ചെയ്താ. ഓക്കെ, നമുക്ക് പ്ലാവ് ഒന്ന് കണ്ടാലോ? കൂടുതൽ പേര് ചോദിക്കുന്നത് പ്ലാവ്, തെങ്ങിൻ തൈ ഉണ്ട്. നല്ല തെങ്ങിൻ ഞങ്ങൾ ഇതിൽ ചെയ്ത് വെച്ച തെങ്ങിൻ തൈ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുക? തെങ്ങിന് ഇത് ചെടി മുതൽ തെങ്ങ് വരെ ചെയ്യാം, എല്ലാ സാധനം ചെയ്യാം. സുരഭിന്റെ ഓർഗാനിക് എല്ലാത്തിനും ചെയ്യാം. എല്ലാത്തിനും സൂട്ടബിൾ ആണ്. എല്ലാത്തിനും സൂട്ടബിൾ ആണ്. അത് ഓരോ വലുപ്പത്തിനനുസരിച്ചാണ് വളപ്രയോഗം. അത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു തരും, കൊടുക്കും ചെയ്യും. ഇനി ഒരുപാട് പേര് നമ്മുടെ ചാനൽ ചോദിച്ച കാര്യമാണ് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ എർലി. അപ്പോൾ അതും ഈ നേഴ്സറിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് നേഴ്സറി പോകുമ്പോൾ കാണാം, ചെറിയ കവറിൽ വരെ കാഴ്ച നിൽക്കുന്നതൊക്കെ കാണാം. എങ്ങനെ ഈ നേഴ്സറിക്കാർ അത് കായ്പിച്ചെടുക്കുന്നു, ഏത് വളം കൊടുക്കുന്നു, എല്ലാം നമുക്ക് ചോദിക്കാം. അങ്ങോട്ടൊന്ന് പോയാലോ. ഇത് കണ്ടില്ലേ, ഈ കാണുന്ന എല്ലാ വിയറ്റ്നാം സൂപ്പർ എർലി ചെറിയ അല്ലേ കവറിൽ നമ്മൾ അത് പ്ലാന്റ് വളരെ ചെറുതാണ്. എല്ലാത്തിലും ചക്കകളുണ്ട്. ചക്ക കണ്ടില്ലേ, ചക്ക ഫുള്ള് ചക്ക, ഇതൊക്കെ പിടിക്കണ ചക്കയാ. ഓക്കെ, ഉണ്ടോ?
ഇതൊക്കെ സുരഭിന്റെ ഓർഗാനിക് മീൽ എന്ന് പറഞ്ഞ വളം ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് റിസൾട്ട് എടുത്തതാണ് റിസൾട്ടാണ് അല്ലേ? അപ്പോൾ പ്ലാവിന് നമുക്ക് വളരെ അല്ലേ ഉറപ്പായിട്ട് പറയാം, ഉറപ്പായിട്ട് പറയാം. ആര് വന്നാലും പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ സാധനം സുരഭിന്റെ വളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കൃത്യമായിട്ട് അത് ചെയ്യണം. ഈ ഒരു കവർ സൈസ് പറയുമ്പോൾ നമ്മുടെ ഒരു ചെടിച്ചീട്ടിന് അത്രേ ഉള്ളൂ അല്ലേ? അതിനകത്തിരുന്നാണ് ഇതിപ്പോൾ കായ്ച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് ഉറപ്പാണ്. റിസൾട്ട് 100% ഉറപ്പാണ്. ഇനി എന്താ ഇവിടെ കസ്റ്റമർ ചോദിച്ചു വരാറുണ്ടോ? ഇത് ചോദിച്ചിട്ട് ഞാൻ വരിക. സുരഭിന്റെ വളം ചോദിച്ചു വരൂ, പ്ലാവ് ചോദിച്ചു വരൂ. ഈ പ്ലാവ് ഉണ്ടോ 2 കിലോ വളയിട്ടാ പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം, ആർക്കും കൊടുക്കാം. കാലം മാറി ഇതേ കണ്ടില്ലേ, ഡ്രമ്മിൽ പോലും കായ്ക്കുന്ന രാംഗംഗ എന്ന് പറയുന്ന വെറൈറ്റി ആണിത് അല്ലേ? ഇത് ഡ്രമ്മിൽ കായ്ക്കും ഉറപ്പാണ്. ഓക്കെ, ഇത് ഡ്രമ്മിൽ കായ്ക്ക എന്താ ചെയ്യേണ്ടത്? നമ്പിൽ നട്ടിട്ട് 1.5 കിലോ വരെ ഓർഗാനിക് മീൽ ഇടും. സുരഭിയുടെ ഓർഗാനിക് മീൽ അത് ഇട്ട് വെച്ച് പിന്നെ 6 മാസം കഴിഞ്ഞാൽ വീണ്ടും ഇടും. നല്ല വളമാണ് ഓർഗാനിക് മീലിന്റെ. നമുക്ക് വിശ്വസിച്ച ആൾക്കാരിലേക്ക് പറയാമോ? വിശ്വസിച്ച് 100 വട്ടം പറയാം. അത്രയും നല്ല സാധനമാണ്. എടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കാശ് തിരികെന്ന് പറയുമ്പോൾ അത്രത്തോളം ഉറപ്പാണ് അവർക്ക്. കാരണം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള കമ്പനിയാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ അവരുടെ ലാബും കാര്യങ്ങളും ഫാക്ടറിയും എല്ലാം കാണിച്ചത്. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് ഷോപ്പിലേക്ക് നേഴ്സറിലേക്കാണ് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് അല്ലേ? തെങ്ങിന് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ. ചേച്ചി ഇവിടുത്തെ ബാക്കി പ്ലാൻസിനൊക്കെ ഇത് തന്നെയാണോ കൊടുക്കുന്നത്? ഇത് തന്നെയാണ് കൊടുക്കുന്നത്. കസ്റ്റമർ ചോദിച്ചു വരാറുണ്ടോ? ഉറപ്പല്ലേ? നേഴ്സറിയൊക്കെ നടത്തുന്നവർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതാണ് സുരഭിയുടെ ഓർഗാനിക് മീൽ എന്ന് പറയുന്നത്. ഇത് 2 കിലോയുടെ പാക്കറ്റ് ആണ് അല്ലേ? ചെറിയ സാധനങ്ങൾക്ക് ഇടാൻ പറ്റിയത് കൊണ്ടുപോകാൻ വിലയും കുറവാണ്. മട്ടുപാവ് കൃഷി അതുപോലുള്ള നമ്മുടെ വീട്ടിലെ തോട്ടം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കൃഷി ചെയ്യുന്നവർക്ക് അല്ലേ, വീട്ടിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പാക്കറ്റ് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ പാക്കറ്റ് 2 കിലോ. പിന്നെ വരുന്നത് കർഷകർ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതാണല്ലേ? അപ്പോൾ വിലയും കുറവാണ്. പക്ഷേ 50 കിലോ ഉണ്ട്. 50 കിലോ ബാഗാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുടെ ക്വാളിറ്റി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഞാൻ ഈ പറയുന്ന സംശയങ്ങളുണ്ടെങ്കിൽ ഈ ചെറിയ പാക്കറ്റ് എടുത്ത് യൂസ് ചെയ്ത് നോക്കുക അല്ലേ? ഇതെടുത്ത് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ വലിയ ബാഗിലേക്ക് മാറുക അല്ലേ? ഞാനിപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു നേഴ്സറിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ചേച്ചി നേഴ്സറിയുടെ പേര് ഒന്ന് പറയാമോ? ഹരിത കർഷക സേവന കേന്ദ്രം, മണ്ണൂർ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കീഴിലുള്ളതാണ്. ഓക്കെ, ബാങ്കിന്റെ കീഴിലുള്ള നേഴ്സറിയാണ് അല്ലേ? എത്ര വർഷമായി ഈ ഒരു നേഴ്സറി തുടങ്ങിയിട്ട്? 5 വർഷമായി. 5 വർഷമായി. എന്തൊക്കെ ചെടികളാണ് ഇവിടെ വന്ന് വാങ്ങാൻ കഴിയുക? ഇവിടെ പ്ലാവ്, മാവ്, എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും ഉണ്ട്. എല്ലാ ചെടികളും ഉണ്ട്. എല്ലാ ചെടികളും ഉണ്ട്. ലൊക്കേഷൻ കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിലെ DMH ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയുള്ള ഒരു നഴ്സറിയാണ്. ഇത് കടലുണ്ടി പഞ്ചായത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ റീസണബിൾ പ്ലേസിലും ചെടികളായാലും ഈ വളമായാലും വാങ്ങാൻ വേണ്ടി സാധിക്കും അല്ലേ? ഇവിടെ ഒത്തിരി പേര് വാങ്ങി പോകുന്നുണ്ട്. ഒത്തിരി പേര് മഞ്ചേരി വരെ സാധനങ്ങൾ നമ്മൾ ഇവിടെ പോയിട്ടുണ്ട് അല്ലേ? ഈ വാങ്ങിയവര് തിരിച്ച് വിളിച്ച് ചോദിക്കണ്ട ഇന്ന സാധനം ഉണ്ടോ, ഉണ്ടെങ്കിൽ ഒരു അത്രയും ദൂരത്തുനിന്ന് വരെ തിരിച്ചു പോണ്ടേ വിചാരിച്ചിട്ട് ഉണ്ടോങ്കിൽ ഒരു വരാന്ന് ഉണ്ട് നിങ്ങൾ വന്നോളി. ദൂരത്ത് വരുന്നവർക്ക് ഞങ്ങൾ വിട്ടുപോകില്ല. പിന്നെ ഇത് നമ്മുടെ ഫാക്ടറിയുടെ അടുത്തായിട്ട് നമുക്ക് എടുത്തുള്ളതുകൊണ്ട് എടുത്തു കൊടുക്കാം ധൈര്യം. ഒരു വരാൻ നേരം വേണ്ടി നമുക്ക് വിളിച്ച് പറഞ്ഞാൽ സാധനം ഇവിടെ എത്തും. ഡെലിവറി ഉണ്ട്, അവരുടെ വണ്ടി തന്നെ കൊണ്ടുവരും അല്ലേ? ചിലത് ഞങ്ങൾ വിളിച്ച് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കും. അങ്ങനെ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കും. സ്വന്തം കൃഷി ആവശ്യമായി പർച്ചേസ് ചെയ്ത് ഒടുവിൽ ഈ കമ്പനിയുടെ ഡീലറായി മാറിയ സാറാണ് നമ്മുടെ ഇപ്പോൾ വീഡിയോ ചേരുന്നത്. കർഷകനാണ് ഇദ്ദേഹം. അപ്പോൾ സാർ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് പ്രജിത്ത്. എൻ്റെ വീട് കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിക്കടുത്താണ് എൻ്റെ സ്ഥലം കിടക്കുന്നത്. 1 ഏക്കർ സ്ഥലമുണ്ട്. 60 തെങ്ങുണ്ട്. അവിടെ ഞാൻ കവുങ്ങ് കൃഷിക്ക് വേണ്ടിയിട്ട് കഴുങ്ങുതായി നട്ടു. അപ്പോൾ അത് വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി എല്ലാ കൃഷിയും ചെയ്തു. അതിൽ പരീക്ഷണം നടത്തി നല്ല വൻ വിജയകരമായിട്ട് നടത്തിയെടുത്ത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പറമ്പിൻ്റെ അടുത്ത് വേറൊരു പറമ്പിൽ കിടക്കുന്ന ഒരു മഹാഗണി മരമുണ്ട്. 45 വർഷമായത്. അത് ഭയങ്കര പാരയാണ്. അതുള്ള സ്ഥലത്ത് തെങ്ങുമേൽ കായ ഉണ്ടാവില്ല, ഒരു ഫലവൃഷ്ടി ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് തന്നെ ഞാനിപ്പോൾ 2 മാസം കൂടുമ്പം 1600, 2000 തേങ്ങ സീസണിൽ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ സുരഭി ജൈവ വളം നല്ല അടിപൊളി വളമാണ്. ഈ വളം ഈ പറമ്പിൻ്റെ പിടുത്തം കണ്ടിട്ടാണ് അടുത്തുള്ള കർഷകർ വാങ്ങി യൂസ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ ഏരിയയിലെ 5 പഞ്ചായത്തിൽ ഈ വർഷം ഞാൻ 1500 ചാക്കിൻ്റെ പുറത്ത് ഞാൻ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കായ്ക്കോടി പഞ്ചായത്ത്, മരുതോങ്ങര പഞ്ചായത്ത്, കാവിരമ്പാറ പഞ്ചായത്ത്, ചെക്കട്ടുപാറ പഞ്ചായത്ത്. അതേപോലെ തന്നെ എൻ്റെ പറമ്പിൽ പണിയെടുത്തൊരു ആളുണ്ട് കല്ലാനോട് കൂരാച്ചുണ്ട് ഏരിയയിൽ. അദ്ദേഹത്തിനെ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി കണ്ടു. അപ്പോൾ എൻ്റെ സ്ഥലം കാണണം പറഞ്ഞ് അദ്ദേഹത്തിനെ ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഒരു കഴുങ്ങിൻ്റെ പട്ടേൻ്റെ കളറ് കണ്ടിട്ട്
അയാൾ ഞെട്ടിപ്പോയി. കാരണം ആ ഏരിയയിൽ ഏറ്റവും ബെസ്റ്റ് പട്ടയാണ് എൻ്റെ പറമ്പിലുള്ള പട്ട. പക്ഷേ അത് കണ്ടിട്ട് ഇയാൾ ഫോട്ടോ എടുത്ത് കല്ലാനോട് കൂരാച്ചുണ്ട് ചെക്കിട്ടപ്പാറ ആ ഏരിയ കൊണ്ടുപോയിട്ട് കർഷകർക്ക് കാണിച്ചു കൊടുത്തു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ 50 ചാക്കിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയിട്ട് കല്ലാനോട് കൊണ്ടുപോയി സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കാരണം റിസൾട്ട് കണ്ട് ഒരുപാട് പേര് വരുന്നുണ്ടല്ലേ? റിസൾട്ട് കണ്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ചുരുങ്ങിയത് ഇനിയും ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു. ഇപ്പോൾ റബ്ബറിൻ്റെ സീസൺ തുടങ്ങിക്കഴിഞ്ഞ് വാഴൻ്റെ. ഇപ്പോൾ വാഴ കർഷകരാണ് എൻ്റെ അടുത്ത് നിന്ന് സാധനം എടുക്കുന്നത്. ഓക്കെ സാർ, വാഴ കർഷകർ ഏത് ഇതെടുക്കുന്നത്? 3 പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഏതാണ് എടുക്കുന്നത്? അത് 3 പ്രോഡക്റ്റിൽ ഹൈടെക് പറഞ്ഞ പ്രോഡക്റ്റാണ് ഞാൻ വിപണിയിൽ കച്ചവടം നടത്തിയത്. ഓർഗാൻ മീൽ പച്ചക്കറി ആവശ്യങ്ങൾക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്തത് ഹൈടെക്കാണ്. സാർ, ഈ സാമ്പിൾ പാക്കറ്റ് വാങ്ങി യൂസ് ചെയ്തിട്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത കസ്റ്റമർ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? അതുണ്ട്. അത് പുതിയൊരു കസ്റ്റമറിൻ്റെ സൈറ്റ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഞാൻ 2 കിലോൻ്റെ ബാഗ് സാമ്പിൾ കൊടുക്കും. എന്നിട്ട് അത് തക്കാളിക്കും മറ്റുള്ള പച്ചക്കറിക്കൊക്കെ ഇട്ട് നോക്കാൻ പറയും. 10 ദിവസം കൊണ്ട് അതിൻ്റെ മേലെ റിസൾട്ട് വരും. അടിപൊളി റിസൾട്ട് വന്നു. പിന്നെ അത് 1 ചാക്ക് എടുത്തിട്ട് പിന്നെ 25 ചാക്ക് എടുത്ത കർഷകർ വരെയുണ്ട്. ഞാൻ സുരഭി അല്ലാതെ വേറെ ഒരു വളവും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് അടുത്തൊരു ഫീഡ്ബാക്കിലേക്ക് കടക്കാം. സാർ ഒന്ന് പരിചയപ്പെടുത്താമോ? നമസ്കാരം, എൻ്റെ പേര് വിശ്വനാഥൻ നമ്പത്തെന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിലാണ്. നമ്മുടെ സുരഭിയായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സുരഭിയുടെ വളങ്ങൾ നമുക്ക് അതിൻ്റെ ഗുണമേന്മ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടത്. സാർ, കർഷകനാണെന്നറിയാം. ആദ്യമേ കർഷകനായിരുന്നു അതോ വേറെ ജോലി ചെയ്തിട്ട്? അതെ, ഞാൻ ആദ്യം ബാങ്കിങ്ങിലായിരുന്നു. ഞാൻ 10-22 വർഷം ബാങ്കിങ് ചെയ്തിട്ട് അവിടുന്ന് റിട്ടയർമെൻറ്റ് എടുത്താണ്. അപ്പോൾ അതിനുശേഷം ബാങ്ക് മാനേജറായിരുന്നു. ഓക്കെ. അതിനുശേഷം ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം നാട്ടിൽ തന്നെ ഫുൾ ടൈം കർഷകനാണ്. ഫുൾ ടൈം ജൈവ കർഷകനാണെന്ന് തന്നെ പ്രത്യേകം പറയാം. കാരണം ഇപ്പോൾ നമ്മുടെ സുരഭിയായിട്ട് അസോസിയേറ്റ് ചെയ്തതിന് ശേഷം മറ്റ് രാസവളങ്ങളൊന്നും തന്നെ നമ്മളുടെ അടുത്ത് നമ്മളൊന്നും തൊട്ടിട്ടേ ഇല്ല എന്ന് പറയാം. നമുക്ക് അവിടെ ഒരു 3.5 ഏക്കറോളം റബ്ബറുണ്ട്. അതുപോലെ ഒരു 10-800ഓളം കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, പിന്നെ വാഴ, കൈതച്ചക്ക, മഞ്ഞൾ, അത്യാവശ്യം വേണ്ടതെല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ ചെയ്യുന്നു. കുരുമുളക്, അങ്ങനത്തെ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ എല്ലാറ്റിനും നമ്മൾ രാസവളങ്ങളൊന്നും തന്നെ ഇല്ലാതെ. ഈ രാസവളം പൂർണ്ണമായിട്ട് മാറ്റി വയ്ക്കുന്ന പറയുമ്പോഴേക്കും അത്രയും റിസൾട്ട് ഈ ജൈവവളം തരുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇതിലും NPK നമുക്ക് ആവശ്യമുള്ള മെയിനായിട്ടുള്ള മൂലകങ്ങൾ, പ്രാഥമിക മൂലകങ്ങളെല്ലാം നമ്മുടെ ഈ സുരഭി ജൈവവളത്തിൽ നമുക്ക് റിക്വയർഡ് ലെവലിൽ ലഭ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് അത് നമ്മൾ മറ്റുള്ള രാസവളങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് പറ്റും. ഓക്കെ. അപ്പോൾ ഈ സാർ കൊടുത്ത കർഷകർ എന്താ പറയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ പെരിന്തൽമണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ഒരു നമ്മുടെ അബൂബക്കർ സാറുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാം കൊണ്ടുപോയിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടായിരുന്നു. അവർ വളരെ നല്ല ഫീഡ്ബാക്കാണ് തന്നിരിക്കുന്നത്. അവർ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ കൊടുക്കാനും അവർ തയ്യാറാണ്. അതെ, അവർക്ക് കൊണ്ടുപോയിട്ടുള്ള എല്ലാം അവർ വളരെ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അവർ നമ്മുടെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മറ്റ് കർഷകരിലേക്ക് അത് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ സാർ, ചെറിയ പാക്കറ്റിൽ തുടങ്ങി വലിയ ക്വാണ്ടിറ്റിയിലേക്ക് എത്തിയ ഇതുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ സാറിന്? തീർച്ചയായിട്ടും. കാരണം ഈ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ജൈവവളത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പൂർണ്ണ ബോധം അല്ലെങ്കിൽ അതിൻ്റെ മേന്മയെ കുറിച്ചിട്ട് നമ്മുടെ സാധാരണ കർഷകർ ബോധവാന്മാരല്ല. അത് നമ്മൾ ഇതുപോലുള്ള സുരഭി പോലുള്ള കമ്പനികൾ അതിന് നമ്മൾ കൂടുതൽ മുന്നോട്ട് വരണം. എന്നാലാണ് കർഷകർക്ക് അതിൻ്റെ മെച്ചവും അവർക്ക്. കാരണം ഇപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണമാണ് ഔഷധം എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് പലരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതാണ് നമ്മുടെ ശരീരത്തിൽ പുറത്തു വരുന്നത്. അപ്പോൾ അത് കാരണം ഈ ജൈവവളങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, നമുക്ക് മരുന്നുകൾ ഒഴിവാക്കാം എന്നുള്ളത് ബോധ്യമായതുകൊണ്ടാണ് ഇവൻ ഞാനടക്കം എൻ്റെ വീട്ടിലെല്ലാവരോടും ഇതിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജൈവ കൃഷിയിലേക്ക് സാർ മാറിയിട്ടുണ്ട്. ജൈവവളമേ ഉപയോഗിക്കുള്ളൂ അല്ലേ? സപ്ലൈ ചെയ്യുന്നത് അറിയാവുന്നവർക്ക് കൊടുക്കുന്നത് പോലും ജൈവവളമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്ക് ജൈവ കർഷക സമിതിയുടെ പ്രസിഡന്റാണ്. കൂടാതെ നമ്മുടെ അവിടെ നിന്നുള്ള ഒരു പാടശേഖര സമിതിയുടെ സെക്രട്ടറിയുമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സമിതികൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് എല്ലാവർക്കും നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടും ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും നമ്മൾ അവർക്കും ബോധവാന്മാരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ പോലും ഒരുപാട് പേര് ഉപയോഗിച്ച സാറിനെ പോലെ ഒരുപാട് പേര് പോസിറ്റീവ് ഫീഡ്ബാക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതുപോലുള്ള ആൾക്കാരാണ് നിങ്ങൾ ഫീഡ്ബാക്കിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക് അറിഞ്ഞിട്ടാണ് അല്ലേ സാർ? അതുകൊണ്ടാണ് ഇത്ര വിശ്വാസമായിട്ട് സാർ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അതല്ല, നമ്മൾ
പറച്ചിൽ മാത്രമല്ല നമ്മളതിൻ്റെ പ്രായോഗിക വശം കൂടിയിട്ട് നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മളത് പറയുന്നത്. അതെ, നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ലേ? അതെ, നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പ്രത്യേകിച്ചും നമ്മളെ റബ്ബറിൻ്റെ ലാറ്റക്സിലെ ഈൽഡിലെല്ലാം നമുക്ക് അതിൻ്റെ പ്രത്യേകം നമുക്ക് മെച്ചം കിട്ടിയിട്ടുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ പോലെ മണ്ടരി പോലുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് സൂക്കടൊന്നും ഇല്ലാത്ത മണ്ടരി പോലുള്ള രോഗങ്ങളില്ലാത്ത തേങ്ങ നമുക്ക് വിളവ് ലഭിച്ചുകൊണ്ടിരിക്കും. സാറിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ ടാഗ്ലൈൻ എന്ന് പറയുന്നത് റിസൾട്ട് ഇല്ലെങ്കിൽ പണം തിരികെ. അപ്പോൾ ആരെങ്കിലും കാശ് തിരികെ ചോദിച്ച് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയാതെ തന്നെ കർഷകർക്ക് അതിൻ്റെ മൂല്യം കിട്ടുന്നുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെയും അങ്ങനെ ആർക്കും ഒരു മുഖം ചുളിച്ചിട്ടുള്ള ഒരു വർത്തമാനം പറയേണ്ട ആവശ്യം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഓക്കെ, തീർച്ചയായിട്ടും. സാർ, അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ജൈവ വളങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇതിന് മുമ്പേ മുന്നോട്ട് വരണമെന്ന് തോന്നിയിട്ടില്ലേ? ശരിക്കും അതാ പറഞ്ഞത്, ഞങ്ങൾ വന്ന് നിർബന്ധിച്ചാണ് സാർ ഫസ്റ്റ് വീഡിയോ തന്നത്. അതെ 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 അതെ, ഇതിന് മുന്നേ എത്തേണ്ടതായിരുന്നു. നമുക്ക് ഇന്നലെ പോയിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളതിനാണ്. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്കുകൾ ഒരുപാട് കർഷകരുടെ ഫീഡ്ബാക്കുകൾ ഉൾപ്പെടുത്തി ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് തീരുമാനം. മാക്സിമം ജൈവ വളം പ്രൊമോട്ട് ചെയ്യാൻ തന്നെയാണ് തീരുമാനം, അല്ലേ സാർ? തീർച്ചയായിട്ടും.